ഹായ് നമസ്കാരം. ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് കുറേ ആൾക്കാർ എനിക്ക് അനാവശ്യമായ കുറേ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. കാരണം രേണുസുധീനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി തന്നെയാണ്. കാരണം ഞാൻ ആ വീഡിയോ ഇടാൻ കാരണം ഈ കിച്ചുവിൻ്റെ കാര്യം പല ആൾക്കാരും ഞാൻ പല വീഡിയോകൾ കണ്ടതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഒരു വീഡിയോ ഇടുന്ന ഒരിക്കലും ശരിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നേരെ കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കി. കിച്ചു എന്നാണ് പിന്നെ അതിൻ്റെ കൂടെ വേറൊരു വേർഡും കൂടെ ഉണ്ട്, കിച്ചു എന്നാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പോയി ആ വീഡിയോ നോക്കിയാൽ കാണാം കിച്ചു അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ കിച്ചു ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമല്ല. കിച്ചു യാദൃശ്ചികമായിട്ട് ആ വീട്ടിൽ പോയ സമയത്ത് ആ വീഡിയോ എടുത്തതാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മളെല്ലാവരും കണ്ടതാണ് ആ വീടിൻ്റെ പാല് കാച്ചും കാര്യങ്ങളും. എല്ലാവരും കണ്ടതാണ്. ഞാനും കണ്ടതാണ്, നിങ്ങളും കണ്ടതാണ്. പക്ഷെ ആ സമയത്തെല്ലാം ആ വീട്ടിൽ എപ്പോഴും പറയുന്നത് ഒരു മുറി കിച്ചുവിൻ്റെയാണ്. ഈ വീട് കിച്ചുവിൻ്റെ അനിയനും അതെനിക്ക് രേണുവിനും താമസിക്കാൻ വേണ്ടി കൊടുത്ത ഒരു വീട് തന്നെയാണ് കിച്ചു. അതെനിക്ക് രേണുവിൻ്റെ അമ്മ താമസിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കലും ഞാൻ തെറ്റായി പറഞ്ഞില്ല. അത് രേണുവിൻ്റെ കുട്ടിയെ നോക്കാൻ ഒരു അമ്മ നിൽക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷേ വേറെയുള്ള ബന്ധുക്കളുടെ കാര്യം മാത്രമാണ് ഞാൻ അതിൽ പറഞ്ഞത്. കാരണം അത് ഏറ്റവും കൂടുതൽ വിഷമമായ കാരണം സുധിച്ചേട്ടൻ്റെ ആ കിട്ടിയ ട്രോഫിയും കാര്യങ്ങളും എല്ലാം ഒരു തുണി പോലെ ഇതിൽ ചാക്കിലോ തുണിലെന്നുള്ള അതിൽ കെട്ടി കട്ടിൻ്റെ അടിയിൽ വെച്ചേക്കുന്ന കണ്ടപ്പോൾ ഒരു മാനസികമായിട്ട് ആ പുള്ളിയുടെ ബെനിഫിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തി ഇത് ചെയ്തു എന്ന് കണ്ടപ്പോൾ അത് മാനസികമായിട്ട് ആർക്കും തോന്നുന്നൊരു വിഷമവും കാര്യങ്ങളും തോന്നിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതിൽ രേണുവിനെ കുറ്റം പറയലോ രേണുവിനെ മാനസികമായിട്ട് തളർത്താനോ ഒന്നുമല്ല. എന്നാൽ കുറേ ആൾക്കാർ രേണുവിനെ മോശം രീതിയിൽ പല ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാം. പല ആൾക്കാരും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എടുത്തിട്ട് വരെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആരുടെ ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അത് മോശം എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത് അത് എനിക്ക് അത്രയും വേദന തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തതും. കാരണം രേണുവിന് കുറച്ച് നേരം സ്വന്തം മകനെ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങളെല്ലാവർക്കും ആ വീഡിയോ കാണാം. കിച്ചുവിനെ കാണുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന സന്തോഷം, അവൻ പോകാൻ സമയത്ത് അവനുണ്ടാകുന്നൊരു വിഷമവും എല്ലാം അതിൽ കാണാം. കാരണം അവൻ്റെ അമ്മ അടുത്തുണ്ടെങ്കിൽ അവൻ അത്രയും ഫീൽ വരത്തില്ല. അത് ഏതൊരു അമ്മയും പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞോളൂ. അത് നിങ്ങൾക്കൊക്കെ ഇത്രയും ഫീൽ ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. മനസ്സിലായോ? പിന്നെ രണ്ടാമത് ഈ വേറൊരു വ്യക്തി മോനൂസിൻ്റെ കാര്യങ്ങൾ വന്ന് ചൊറിയുന്നുണ്ട്. ഞാൻ പറയുകയാണ്, മോനൂസിനെ ഞാൻ പെറ്റതായിരിക്കാം, പെറാത്ത ആയിരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ ദത്തെടുത്ത ആയിരിക്കാം, ഇല്ലെങ്കിൽ എൻ്റെ അനിയനോ. മിക്ക ആൾക്കാരും എനിക്ക് വന്ന് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, മോനൂസ് ആരാ. ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ട് എൻ്റെ അനിയനാണ്. ഞാൻ ചോദിക്കട്ടെ, അനിയനെന്ന് പറയുന്നത് സ്വന്തം അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നാൽ മാത്രമേ അനിയനെന്ന് പറയാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒരമ്മ പ്രസവിച്ചാൽ മാത്രമേ ഇത് മകനാന്ന് പറയാൻ പറ്റത്തുള്ളൂ? ചോദിക്കുക. അതെന്താ അറിയേണ്ടത്? ഈ മെസ്സേജ് അയച്ച ആ വ്യക്തിയോടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എൻ്റെ മോനസിന് നിങ്ങളുടെ കുടുംബത്തൊന്നും പെണ്ണ് വേണ്ട. കാരണം ഓൾറെഡി അവനൊരു പെണ്ണ് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ അധ്യായം അങ്ങ് മടക്കി വെച്ചേക്കുക. കാരണം നിങ്ങൾക്കറിയാം, എല്ലാ വീട്ടിലും ഞാൻ എൻ്റെ മോനൂസിനെ കാണിക്കുക. അവനൊരു അക്ഷരം വന്ന് മിണ്ടുക എടുക്കുകയോ ചെയ്യില്ല. അവൻ ജസ്റ്റ് ഹായ് പറയുന്ന മാത്രമേ ഉള്ളൂ. അതൊരു പാവം കുട്ടിയാണ്. കാരണം നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അവൻ എൻ്റെ മകനാണ്. ഇല്ലെങ്കിൽ ഞാൻ അവനെ പ്രസവിച്ചാൽ തന്നെ കൂട്ടിക്കോ, എനിക്കൊരു പ്രശ്നവും ഇല്ല. എനിക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് ആർക്കും വരേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ എൻ്റെ അനിയനോ ഇല്ലെങ്കിൽ എൻ്റെ മകനോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഈ ചോദിച്ച വ്യക്തിയോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അറിയാം. അവർ ചോദിച്ചതിന് ആൻസർ ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അനിയനെന്ന് പറയുന്നത് ഇനി അച്ഛൻ വഴിയാണോ അമ്മ വഴിയാണോ എന്നൊക്കെ അറിയേണ്ട ആൾക്കാർക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലം പറഞ്ഞു തരാം. നേരെ ഇങ്ങോട്ട് പോരെ. സിൽവർ സ്റ്റാർ ഐലൻഡിൽ ബിൽഡിംഗ് നമ്പർ 2-ൽ 24ാമത്തെ നിലയിൽ B2-ലാണ് ഞാൻ താമസിക്കുന്നത്. അന്നേരം അച്ഛൻ വഴി ബന്ധമാണോ അമ്മ വഴി ബന്ധമാണോ ഇനി വേറെ വല്ല വഴി ബന്ധങ്ങളുണ്ടോ എന്ന് അതറിയേണ്ടവർക്ക് നേരെ ഇനി വരാം. വന്നിട്ട് എന്നോട് നേരിട്ട് ചോദിക്കാം, ധൈര്യമുള്ളവരാണെങ്കിൽ. മനസ്സിലായോ? ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വരാം. ഞാൻ അതിന് ആൻസർ പറഞ്ഞ് മനസ്സിലാക്കി വിടാം. അതിനെനിക്ക് ഒരു വിഷമവും ഇല്ല. പിന്നെ വേറൊരു വ്യക്തി, പല ആൾക്കാരും എൻ്റെ ഈ വീഡിയോ എടുത്ത് ഈ ചെറിയ സ്ക്രീൻഷോട്ടൊക്കെ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ വേദയുടെ കാര്യം. വേദ ഏതൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കണമെന്ന് അവരുടെ ഇഷ്ടമാണ്. ഞാൻ അന്നും നിങ്ങളോട് പറയുന്നുണ്ട്, അത് അവളുടെ ഇഷ്ടമാണ്. കാരണം 10-23 വയസ്സായ പെൺകുട്ടിയാണ്. ഒരാരോടെ ജീവിക്കണമെന്ന് അവരാണ് ചിന്തിക്കുന്നത്. പണ്ടത്തെ കാലമല്ല, ഞാനൊക്കെ ജനിച്ചു വളർന്ന സമയത്തുള്ള കാലമല്ല. ഇപ്പം അച്ഛനും അമ്മയും പറയുന്ന ഒരാളെ കെട്ടാൻ പാടുള്ളൂ എന്നൊന്നും കാര്യങ്ങളില്ല.
ഞാനൊക്കെ അങ്ങനെ എൻ്റെ വീട്ടുകാർ പറഞ്ഞ ഒരാളെയാണ് കല്യാണം കഴിച്ചത്. ചോദിച്ചിട്ട് പോലുമില്ല മോൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണെന്നൊരു വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന ആൾക്ക് മോള് പോയി ഇവരെ തന്നെ കല്യാണം കഴിക്കണമെന്നൊന്നും പറയാനുള്ള ഒരു അധികാരം ഇപ്പോഴത്തെ രക്ഷകർത്താക്കൾക്കില്ല. അവരുടെ ലൈഫാണ്, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പിന്നെ ഏതൊരു അമ്മയ്ക്കും വേദന എടുക്കുന്ന മാതിരി പെയിനുണ്ട്. കാരണം എൻ്റെ മകൾ ജീവിക്കുന്ന ട്രാൻസ്മെൻ്റെ കൂടെ തന്നെയാണ്. അതൊരിക്കലും ഞാൻ കള്ളം പറയത്തില്ല, ആണെന്ന് തന്നെ പറയും. അതിലെനിക്കൊരു ഇതായിട്ട് തോന്നേണ്ട കാര്യമില്ല. അവളാണ് ജീവിക്കുന്ന ആ വ്യക്തിയുടെ കൂടെ. പിന്നെ വിഷമമുണ്ട് ഒരമ്മ എന്നുള്ള ഫീലിങ്സിൽ. നിങ്ങളൊരു അമ്മയാണെങ്കിൽ, ഈ മെസ്സേജ് അയച്ച സ്ത്രീ ഒരു അമ്മയാണെങ്കിൽ ഉണ്ടാവുന്ന പെയിനും കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും. അതുപോലെയാണ് എനിക്കുണ്ടായിരിക്കുന്നത്. അത് മരിക്കും കാലം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അവർ സുഖമായിട്ട് ജീവിക്കുന്നെടുക്കുന്നത് അത് അവരുടെ ആവശ്യമാണ്. എൻ്റെ മകൾ ഒരു ആവശ്യം പറഞ്ഞു എന്നെ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ അവളെ വിളിച്ചു, എൻ്റെ അടുത്ത് നിർത്തി. സത്യം തന്നെയാണ്, അവൾക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പോയി. ആരെയും പിടിച്ച് പൂട്ടിയിടാൻ ഇപ്പോഴത്തെ കാലത്ത് പറ്റത്തില്ല. അത് പൂട്ടിയിട്ടാൽ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ട വരും. പിന്നെ ഞാൻ ആരെയും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയുമല്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം. എൻ്റെ മകളടുത്ത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ വീഡിയോ ചെയ്ത കാര്യം അവൾ കണ്ടിട്ടുമുണ്ട്, ഞങ്ങൾ തമ്മിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. അത് ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് തീർന്നെങ്കിൽ അതും തീർക്കാം. പിന്നെ ഇനി എന്തെങ്കിലും എന്നെക്കുറിച്ച് അറിയണോ ഇല്ലെങ്കിൽ എന്നെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാറുണ്ടെങ്കിൽ നേരെ ഇനി പോരെ, നമുക്ക് ഇവിടുന്ന് സംസാരിക്കാം. എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം ഞാൻ ആരെ ഉപദ്രവിക്കാൻ തയ്യാറെടുക്കുന്ന ആളല്ല. പിന്നെ ഈ ഫേക്ക് അക്കൗണ്ടൊക്കെ ആളിനെ എനിക്ക് മനസ്സിലായില്ലെന്ന് ഒരിക്കലും ആൾ ചിന്തിക്കരുത്. എനിക്ക് നല്ല വൃത്യമായിട്ട് അറിയാം അത് ആരാ ചെയ്തിരിക്കുന്നതെന്ന്. കാരണം ആങ്ങളെ അല്ലെന്നൊരിക്കലും പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. ഇനി അതും കൂടെ പറഞ്ഞില്ലെങ്കിൽ തീർന്നേനായിരുന്നു. കാരണം ഈ എൻ്റെ കുടുംബം വ്യക്തമായിട്ട് അറിയാവുന്നത്. കാരണം ഒരമ്മ പെറ്റെന്ന് വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഞാൻ പ്രസവിച്ചെന്ന് കേട്ടോ ഒരാൾ മകനാകണമെന്നോ മകളാകണമെന്നോ ഇല്ലെങ്കിൽ അനിയനാകണമെന്നോ അനിയത്തിയാകണമെന്നോ റൂളില്ല. അത് നിയമമില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ വ്യക്തിക്കും അനിയന്മാരെന്നാൽ സ്വന്തം അമ്മ പെറ്റതോ ഇല്ലെങ്കിൽ സ്വന്തം എന്നെ കൂടെ പറയിപ്പിക്കരുത്, അങ്ങനെ ഉണ്ടായവർ മാത്രമേ ഉള്ള സഹോദരൻ സഹോദരിയൊക്കെ ആയിട്ട്. അതുകൊണ്ട് പോലും സഹോദരങ്ങളെ, നിങ്ങളാരും എൻ്റെ വീഡിയോ കാണുമെന്ന് ഈ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്ന വ്യക്തിയെ നിങ്ങളാരും എൻ്റെ വീഡിയോ കാണുമെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ വിട്ടേക്കുക. പിന്നെ അതിനൊക്കെ എൻ്റെ ഷോപ്പിൻ്റെ പേര് പറഞ്ഞ്, കാരണം ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്, പക്ഷേ അത് കമ്പ്യൂട്ടറാണ് ആ പെണ്ണിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. അതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല. കാരണം അതൊരു കാര്യം പറയുമ്പം ക്ലിയറായിട്ട് പറയുക. ആ ഷോപ്പിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ബോധങ്ങളും എൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എല്ലാ ലൈസൻസും കാര്യങ്ങളെല്ലാം എൻ്റെ മോനൂസിൻ്റെ പേർക്കാണ്. എൻ്റെ മോനൂസാണ് അതിൻ്റെ ഓണർ വരെ, ഞാനല്ല. അത്തരം അത് സൈന്ധവി കളക്ഷൻസ് അല്ല, സൈന്ധവി ഡിസൈൻസ് ആണ്. സൈന്ധവി കളക്ഷൻസ് വേറൊന്നുണ്ട്, അതല്ല. ഇത് സൈന്ധവി ഡിസൈൻസ് ആണ്. തൃപ്പൂണിത്തുറയാണ് വടക്കേക്കോട്ടെ നമ്മുടെ അഭിഷേക് ഓടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന എൻ്റെ ഷോപ്പ്. കറക്റ്റ് ഡീറ്റെയിൽ കൊടുക്കുക. മനസ്സിലായോ? പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറിപ്പോയി തപ്പിയെടുത്താണ് ഈ ഫോട്ടോസുകളെല്ലാം വരുന്നത്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എനിക്കൊരു കാര്യങ്ങളുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, യാതൊരു വിഷമവും ഇല്ല. എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ ആരെയും കുറിച്ച് ഇല്ലാത്ത പറഞ്ഞിട്ടില്ല. എൻ്റെ മരുമകനെ കുറിച്ചാലും അവൻ ട്രാൻസ്മെൻ എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒരിക്കലും എൻ്റെ മരുമകനല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ മകളുടെ ഹസ്ബൻഡാണ്, ഇല്ലെങ്കിൽ അവൾ സ്വീകരിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവൻ എൻ്റെ മരുമകനായിട്ട് തന്നെ സ്വീകരിക്കേണ്ട വരും ചിലപ്പം. അതുകൊണ്ട് എൻ്റെ മരുമകൻ ഒരു ട്രാൻസ്മെൻ ആണെന്ന് പറയുന്നത് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അവൻ ട്രാൻസ്മെൻ ആണ്. എൻ്റെ വിഷമങ്ങളെല്ലാം മാറി. ഞാൻ ഇത് കാണാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊക്കെ ഇത് ചെയ്തു ഞാൻ വന്നു. ഞാൻ ആ സിറ്റുവേഷൻ എല്ലാം ഓവർകം ചെയ്തു ഇപ്പോൾ ഈ നിൽക്കുന്ന നിലയിലെത്തി. അന്നേരം ഇനിയെങ്കിലും ഞാൻ പറയുകയാണ്, എൻ്റെ മരുമോൻ ഒരു ട്രാൻസ്മെൻ, എനിക്ക് വിഷമം വന്ന് ഫീൽ ചെയ്ത് ഞാൻ എല്ലാം പറഞ്ഞിട്ട് സത്യം തന്നെയാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ മരുമോൻ ഒരു ട്രാൻസ്മെൻ ആയാലും എനിക്ക് യാതൊരു വിഷമവും ഇല്ല. തീർന്നോ? ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ഞാൻ തന്നെ പറഞ്ഞത്, എനിക്ക് എൻ്റെ മരുമോൻ ട്രാൻസ്മെൻ ആയാലും ഒരു വിഷമവും ഇല്ല. അവൾക്ക് അതാ ഇഷ്ടമെങ്കിൽ അത് എനിക്കും ഓക്കെയാണ്. ഈ ഫേക്ക് ഐഡിയ കൂടെ വന്നിട്ട് പറയുന്ന ആൾക്കാർക്കാണ് ഞാൻ ഇത് മറുപടി കൊടുക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. അവൾ പോയി സുഖമായിട്ട് ജീവിക്കുന്നെങ്കിൽ അവൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കിയതല്ല, അത് അവർ തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ഇനിയെങ്കിലും അവരത് മനസ്സിലാക്കി പരസ്പരം ജീവിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
കാരണം ഒരാൾ ഒരു റിലേഷനിൽ പിടിച്ച് വലിച്ച് കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ലെന്ന് അവൾ ഇവിടെ വന്ന് നിന്ന് ഒരു 7-8 ദിവസം എനിക്ക് മനസ്സിലായതാണ്. അതുകൊണ്ടാണ് പോകുന്നെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞത്. കാരണം ഈ കുട്ടി നാളെ കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ആൾക്കാരും എൻ്റെ നേരെ തിരിയും. ഞാൻ ഇതിനെതിരായിരുന്നു, ഞാൻ ഇങ്ങനെ മോശമായി വാക്ക് പറഞ്ഞത് കൊണ്ടാണ് അവൾ കയറി അത് ചെയ്തത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പം എന്നെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് ഇതിന് ഡബിൾ തന്നെ പറയും. അതൊരിക്കലും ആ കുട്ടി ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ ജീവിക്കണം, അല്ലെങ്കിൽ അവനാണ് അവളുടെ പ്രതീക്ഷ ജീവിതം എന്നെല്ലാം അവൾക്ക് വ്യക്തമായി എനിക്ക് ധാരണ തോന്നിയത് കൊണ്ട് മാത്രമാണ് നീ പോകുന്നെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞത്. അത് അവൾക്ക് ഓക്കെ ആയിരുന്നു, അവൾ പോയി. പിന്നെ ഈ വന്ന ആൾക്കാർക്ക് ഇവർ രണ്ടുപേരുമാണോ എൻ്റെ കൂടെ നിൽക്കുന്നതിൽ പ്രശ്നമെന്ന് എനിക്കറിയില്ല. എൻ്റെ മോനൂസും എൻ്റെ മകളും എൻ്റെ ഒപ്പം നിൽക്കുന്നതാണോ പ്രശ്നം? കാരണം ഞാൻ ഒരു മനുഷ്യരെ ഉപദ്രവിക്കാൻ പോയൊരു വ്യക്തിയല്ല. ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് പറയുകയാണ്. ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറയട്ടെ ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഒരു വ്യക്തികളെയും എൻ്റെ മാനസികമായിട്ടോ ഇല്ലെങ്കിൽ ഞാൻ അവരെ ഒരു രീതിയിലും വിഷമിപ്പിക്കുകയോ കാര്യങ്ങളോ ചെയ്യും. കാരണം ഈ യൂട്യൂബ് 2012 തുടങ്ങിയ യൂട്യൂബാണ്. ഞാൻ ഇതിൽ വീഡിയോ ചെയ്തിട്ടേ ഇല്ല. 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ഒരു കാര്യങ്ങൾ ഇപ്പോഴും അതിലൊന്നും നോക്കാറില്ല, വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. ഞാൻ വീഡിയോ ചെയ്യും, ഞാൻ എൻ്റെ കാര്യം നോക്കിപ്പോവും. അല്ല, നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഇതിലെനിക്ക് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. എൻ്റെ സുഹൃത്തുക്കളോട് പറയുകയാണ്, എനിക്കിതിൽ കുറച്ച് നല്ല മനുഷ്യരെ പരിചയപ്പെടാൻ കഴിഞ്ഞു, അവരെൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസവുമുണ്ട്. ഞാൻ അധികം ഫ്രണ്ട്ഷിപ്പ് വെക്കാത്തൊരു വ്യക്തി, എനിക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലാത്ത ആളുമാണ്. ഇപ്പോൾ യൂട്യൂബിൽ കുറച്ച് ഫാമിലി എൻ്റെ ഒപ്പം ഉണ്ട്, യൂട്യൂബ് ഫാമിലി എൻ്റെ ഒപ്പം ഉണ്ട്. അവരെന്നും എൻ്റെ കൂടി ഇരിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹവും. അല്ല, ആരെ ഉപദ്രവിക്കാനോ ആരെ വിഷമപ്പെടുത്താനോ ഒന്നും ഞാൻ ഒരിക്കലും തയ്യാറല്ല. കാരണം ഇനി എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എനിക്ക് ഇതിൽ കൂടുതലൊന്നും നിങ്ങളോട് പറയാനില്ല. കാരണം ഞാൻ നിങ്ങളെ ദ്രോഹിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ദ്രോഹിച്ചതോ എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ പോലും നിങ്ങളാരും എനിക്കറിയില്ല. എൻ്റെ മെസ്സേജിൻ്റെ എൻ്റെ ഇതിനടിയിൽ വന്ന് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് അടിക്കാനോ ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി എൻ്റെ ജീവിതം നോക്കി ഞാൻ ജീവിക്കുന്നതാണ്. എൻ്റെ കുടുംബക്കാരുടെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തിരക്കാം, എവിടെ വേണമെങ്കിലും തിരക്കാം. ഞാൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് എവിടെ വേണമെങ്കിലും തിരക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള റീസണും ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അതിൻ്റെ കറക്റ്റ് റീസണും എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് റീസണും ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. എന്ത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായ തെളിവോടെ എന്നോട് വരുവാണെങ്കിൽ അതിൻ്റെ റീസണും ഞാൻ കറക്റ്റ് വ്യക്തമായി തരുന്നതായിരിക്കും. എനിക്ക് ഇത്രയാണ് കേസ് പറയാനുള്ളത്. കാരണം മനസ്സിന് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഒന്നിനും ഇല്ലാത്ത ഒരു പല വ്യക്തികളെ പിടിച്ച് നമ്മളുടെ ഇടയിൽ കൊണ്ടിടുക. കാരണം ഞാൻ ചെയ്ത ഒരു വീഡിയോയ്ക്ക് മറുപടി എനിക്ക് ഇഷ്ടം പോലെ പറയാം, എന്നെ ആക്ഷേപിക്കുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാൻ ചെയ്തത്, ഞാൻ കിച്ചുവിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം, അത് ഉറപ്പായതിന് ശേഷം മാത്രമാണ് ഞാൻ ആ വീഡിയോയ്ക്ക് പ്രതികരിച്ചത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. ഒരു ഇതില്ലാതെ കാണാം. പല ആൾക്കാരും അതിൽ നെഗറ്റീവ് കമൻറ്റ് അവരെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. പക്ഷേ ആ സാധനങ്ങൾ അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴും ആ വീട് അങ്ങനെ കണ്ടിരുന്നത് ഒരു പ്രേക്ഷകരെ എന്ന രീതിയിൽ, ഞാൻ അവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് വിഷമം വന്ന് ഞാനത് വീഡിയോ ചെയ്തു. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് വേറെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് അവരായിട്ട് ഒരു പ്രശ്നങ്ങളുമില്ല. നിങ്ങൾ തന്നെ എൻ്റെ അടുത്തൊന്നും പറഞ്ഞു നിങ്ങൾ നാളെ മാറ്റി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം തന്നെയാണ്. കാരണം കിച്ചുവിൻ്റെ അനിയനെ കുറച്ചും കൂടെ രേണു ഒന്ന് ശ്രദ്ധിക്കണം. കാലം വളരെ മോശമാണ്, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തല്ല കാലങ്ങൾ. കുട്ടീനെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം പറയല. എന്താ തെറ്റുള്ളത്? ഏതൊരു അമ്മയും പറയുന്ന രീതിയിലാണ് പറഞ്ഞത്. അല്ല, എന്തിനും ഏതിനും ഒരു നെഗറ്റീവ് ഇട്ട് കമൻ്റ് അടിച്ച് പോകുന്ന ആൾക്കാരോട് പറയാണ്, ദൈവത്തെ ഓർത്ത് നിങ്ങളത് ചിന്തിച്ചിട്ട് എനിക്കതിനുള്ള മറുപടി തരും പ്ലീസ്. അപ്പോൾ ഇന്ന് ഇത്രയാണ് കേസ് പറയാനുള്ളത്. അന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.